ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തേ സ്വാമിയേ ശരണമയ്യപ്പ. സുബ്രഹ്മണ്യ ഭഗവാൻ, മുരുകൻ, സ്കന്ദൻ, വേലവൻ, വേലൻ, ഷൺമുഖൻ, എത്രയൊക്കെ പേരാണ്. ഭഗവാൻ ആരുടെ പുത്രനാണ്? ശിവൻ്റെ മാത്രം പുത്രനാണോ? അല്ല. അഗ്നിയുടെ പുത്രനാണ്, ഗംഗയുടെ പുത്രനാണ്, കാർത്തിക ദേവിമാരുടെ പുത്രനാണ്, പാർവതിയുടെ പുത്രനാണ്. പക്ഷേ ആരാണ് കാരകൻ? ആൺപെറ്റ മകൻ എന്ന് പറയുന്നത്. ആണത്ത ഉള്ളവൻ, ആണായിട്ട് ജനിച്ചവൻ, ആണിന് ജനിച്ചവൻ എന്ന് പറയും. ഈ മൂന്ന് വിശേഷണം ഒരുമിച്ച് ചേർന്ന ഒരാൾ സുബ്രഹ്മണ്യൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ 6 ഗോളങ്ങളിൽ ഭഗവാൻ വന്ന് നിൽക്കുന്നത് നമ്മളുടെ ശിവഭഗവാന്റെ സത്യബ്രഹ്മബോധമായ സദാശിവ പരബ്രഹ്മമൂർത്തിയായ ആ ശിവഭഗവാന്റെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഈ 6 ചക്രങ്ങളും കൂടിയാണ് 6 മുഖമായിട്ട്. ഇത് ആരുടെ 6 മുഖമാണ്? സത്യത്തിൽ ഇത് ശിവൻ്റെ 6 മുഖമാണ്. ശിവൻ്റെ 6 ആധാരങ്ങളത്. അഗ്നി തത്വമാണ്. അഗ്നിയായിട്ടാണ്, ജ്വലിച്ചാണ് നിൽക്കുന്നത്. നമ്മളുടെ ഓരോ ആധാരങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഒരു എന്താ പറയുക, ഋഷിമാർ നമ്മളെ കാട്ടിത്തരികയാണ്. ആ ആധാരങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആധാരങ്ങൾക്ക് തീ പിടിക്കുന്നു എന്നാണ്. പ്രവർത്തിച്ചിരിക്കുന്നു. അത് തീ എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലേക്കാണ്. നമ്മൾ തീ കത്തിയാൽ മുകളിലേക്കും, ജലം താഴേക്കുമാണ്. താഴേക്ക് പോകുന്ന ജലതത്വം എന്ന് പറയുന്നത് സ്ത്രീ തത്വമാണ്. പുരുഷതത്വം മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ 6 തീഗോളങ്ങൾ, 6 ചക്രങ്ങളും തീഗോളങ്ങളെ മുകളിലേക്ക് പ്രവഹിക്കുമ്പോൾ കുണ്ടലിനി ഉണരുന്നു. ആ കുണ്ടലിനി എന്ന ഇട, പിങ്കള, സുഷുമ്ന ഒരുമിച്ച് കൂടി സഹസ്രാരത്തിലെത്തുന്നു. അതാണ് സുബ്രഹ്മണ്യൻ. അതാണ് ആ സത്യബ്രഹ്മമൂർത്തി. ഒരു മനുഷ്യനോ ഒരു അന്യഗ്രഹജീവിയോ ഒന്നുമല്ല. പലരും പല പേരിട്ട് വിളിക്കുന്നു. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്? എന്താണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത്? എന്താണ് തൈക്കാട് അയ്യാവു സ്വാമി പറഞ്ഞത്? എന്താണ് ഈ ഗുരുപരമ്പരയുടെ ആദ്യ സിദ്ധനായിട്ടുള്ള അഗസ്ത്യർ പറഞ്ഞത്? ബോഗർ പറഞ്ഞത്? ഒന്നും നിങ്ങൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുറഞ്ഞത് സുബ്രഹ്മണ്യ ഭക്തരാണെങ്കിൽ തിരുപ്പുകൾ എന്നുള്ള വാക്കിനെക്കുറിച്ചെങ്കിലും കേട്ടിരിക്കണം. പലരും ഇന്ന് ഭഗവാൻ അന്യഗ്രഹജീവിയാണെന്നൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നും. ഒന്നും അറിയത്തില്ലല്ലോ. ബ്രഹ്മമാണ് പരബ്രഹ്മം. ആദി ശങ്കരാചാര്യരെക്കാളും വലിയ മനുഷ്യരായോ? അല്ല, ആദി ശങ്കരാചാര്യരെക്കാളും വലിയ ജ്ഞാനികളായി മാറിയോ നമ്മൾ? ഷൺമഠം തന്നു. പരബ്രഹ്മത്തെ ആരാധിക്കുന്ന, അത് നിർഗുണ നിരാകാരമായ പരബ്രഹ്മം രൂപം സ്വീകരിക്കുന്ന 6 രൂപം, അതിൽ നമ്മൾ വിളിച്ചാൽ അതിലൂടെ, ആ മാർഗത്തിലൂടെ ബ്രഹ്മത്തിൽ ലയിക്കാമെന്ന് 6 മതം തരുന്നു. ഷൺമഠം, കൗമാരം അതിലൊന്നാണ്. 6 മതങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരോട് ഞാൻ പറയുന്നു, ശൈവം, വൈഷ്ണവം, ശാക്തേയം, കൗമാരം, ഗണാപത്യം, സൗര്യം, 6 മതങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 6 മതങ്ങളിലൂടെയും നമ്മൾ ചെല്ലുന്ന ഷൺമഠ സ്ഥാപകനായ ആദി ശങ്കരാചാര്യർ പറയുന്നത് സുബ്രഹ്മണ്യൻ ബ്രഹ്മം തന്നെ. സുബ്രഹ്മണ്യനെ ബ്രഹ്മമായി കണക്കാക്കി ആരാധിച്ച് സുബ്രഹ്മണ്യ സാക്ഷാത്കാരം നേടിയാൽ അത് ബ്രഹ്മസാക്ഷാത്കാരം നേടി. ആ മാർഗത്തിൽ പോകുന്നവരെ കൗമാരർ എന്ന് വിളിച്ചു പോന്നു. അല്ലാതെ ഒരു മനുഷ്യനായോ, അല്ലെങ്കിൽ മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായോ, അല്ലെങ്കിൽ വേറൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു ആളായോ ഒന്നും സങ്കല്പിച്ച് ഭഗവാന്റെ ആത്മീയ ചൈതന്യത്തെ താഴ്ത്തിക്കൊണ്ട് വന്നാൽ ഒരിക്കലും സുബ്രഹ്മണ്യ ഭക്തരാന്ന് ഒരിടത്തും പോയി നിങ്ങൾ പറയാതിരിക്കുക. ഭഗവാന്റെ തത്വം അറിയണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നു തിരുപ്പുകഴും പാമ്പൻ സ്വാമിയെയും ബോഗർ സ്വാമിയെയും, ഒന്നുമില്ലെങ്കിലും ഈ യുഗത്തിൽ ജീവിച്ചിരുന്ന, നമ്മളുടെ സമീപകാലത്ത് ജീവിച്ചിരുന്ന വള്ളലാർ വാരിയാർ സ്വാമിയുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ നീ എടുത്തെറിഞ്ഞു എന്നൊരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്. ഒരു സിനിമാ രംഗമാണ്, അതിൽ വള്ളലാർ വാരിയാർ സ്വാമി അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കുന്നു, എന്താ പറയുന്നത്? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ നീ എടുത്തെറിഞ്ഞോ എന്ന് ഒരാളോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അഖിലാണ്ടം കോടി ബ്രഹ്മാണ്ടം ഭരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയെയാണോ നിങ്ങളൊരു അന്യഗ്രഹത്തു നിന്ന് വന്ന ഒരാളായിട്ട് പറയുന്നത്? അപ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള പേരിൽ ധർമ്മത്തെ ഹനിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ തത്വം അറിഞ്ഞ് സേവിക്കുക. ഇനി ഭഗവാന്റെ ഭക്തർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏത് ഭക്തരാണെങ്കിലും ആ ഭഗവാനെ ആരാധിക്കുമ്പോൾ ഒരു 1000 ദേവതമാരെ ഇപ്പുറത്ത് ആരാധിക്കാൻ പോകരുത്. അവിടെയാണ് ഞാൻ പറയുന്ന ഒരു അരുണഗിരിനാഥർ ടെക്നിക്ക്, ഒരു പാമ്പൻ സ്വാമി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പാമ്പൻ സ്വാമി ജീവിതത്തിൽ സുബ്രഹ്മണ്യനല്ലാതെ വേറെ ഒരു ദേവനെയും ആരാധിച്ചിട്ടില്ല. സുബ്രഹ്മണ്യ സാക്ഷാത്കാരത്തിനായി കേണ് നടക്കുകയായിരുന്നു. സുബ്രഹ്മണ്യൻ എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു മാർഗം മാത്രം. തിരുപ്പുകൾ രചിച്ച നമ്മളുടെ അരുണഗിരിനാഥരാണെങ്കിലും ഇതേ അവസ്ഥയാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉഴണ്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ അവിടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ സുബ്രഹ്മണ്യൻ വന്ന് രക്ഷിക്കുന്നു. അതിൽ അന്ന് തൊട്ട് മുത്തൈത്തർ പത്തിത്തിരുനക അത്തിക്കിറ ചത്തിച്ചരവണ എന്ന് തുടങ്ങിയ ആ തിരുപ്പുകഴിൻ്റെ
ആ താളം നിലയ്ക്കാത്ത തമിഴ്നാട് മൊത്തമുള്ള പ്രവാഹമായി മാറി എന്നുള്ള ആ സത്യം മനസ്സിലാക്കുക. അപ്പോൾ സുബ്രഹ്മണ്യ ഭക്തർ ആദ്യം അരുണഗിരിനാഥരെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പലരും പറയും. നമ്മൾ വേറുള്ളിടത്ത് ഉള്ള ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട് നമ്മുടെ ദേശം തന്നെ, അതിൽ സംശയമൊന്നുമില്ലെങ്കിലും തമിഴ്നാട്ടിലുള്ള ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പലരും പറയും എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമി നിങ്ങൾ പറയുന്നില്ല? ചട്ടമ്പി സ്വാമി ഏറ്റവും ഈ ലോകം മൊത്തം ഒന്നായ ആ ബ്രഹ്മത്തിൽ വിലീനമായി ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് ഇറങ്ങാഞ്ഞത്. അതായത് സദാസമയവും ബ്രഹ്മമായ ബാലസുബ്രഹ്മണ്യനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്, ബ്രഹ്മബോധത്തിലാണ്. അപ്പോൾ നമുക്ക് പലർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ പല അത്ഭുതങ്ങളും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ എല്ലാം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ആ സുബ്രഹ്മണ്യ കടാക്ഷത്തിൽ, ആ ബ്രഹ്മ ചൈതന്യത്തിൽ, അതാണ് പറയുന്നത് ബ്രഹ്മ ചൈതന്യത്തിൽ വിലീനമായെന്ന് പറയുന്നത് ലോകമായി ഒന്നായിരുന്നു. അങ്ങനെ വിലീനമായി നടക്കുന്ന ആ ചട്ടമ്പി സ്വാമിയെ മനസ്സിലാക്കിയാൽ, ആ ചട്ടമ്പി സ്വാമിയുടെ ആരാധനാക്രമം മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി കൂടുതലായിട്ട് പറയണമെങ്കിൽ ഗുരുദേവനെ കുറിച്ച് തന്നെ പറയണം. ഗുരുദേവൻ ഇതുപോലെ തന്നെ മരുത്വാമലയിൽ തപസ് ചെയ്യാൻ പോയിരിക്കുക. തപസ് ചെയ്ത് സുബ്രഹ്മണ്യനെ കാണാൻ ഇങ്ങനെ ഉഴണ്ടുകൊണ്ടിരിക്കുക. സുബ്രഹ്മണ്യനെ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. സുബ്രഹ്മണ്യനെ കാണണമെങ്കിൽ എത്ര വർഷത്തെ തപസ് വേണമെന്നറിയാം ഒരാൾക്കും. അത്രയും വലിയ യോഗിയും ജ്ഞാനിയുമായിട്ടുള്ള തൈക്കാട് അയ്യാവ് സ്വാമിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമിക്കാണെങ്കിലും എത്രത്തോളം തപസ് ചെയ്യേണ്ട വന്നു ആ സുബ്രഹ്മണ്യ സാക്ഷാത്കാരം നേടാൻ. അപ്പോൾ അത്രയും പെട്ടെന്ന് വരുന്ന ഒരാളല്ല. അപ്പോൾ വരുമ്പോൾ ഒരു വരവായിരിക്കും. അത്രയും ജ്ഞാനികളായതുകൊണ്ടാണ് അവരുടെ ആ പുകഴ് എല്ലായിടത്തും ചെല്ലണമെന്ന് ഉള്ളത് കൊണ്ടാണ് സുബ്രഹ്മണ്യൻ ഇങ്ങനെ അവർക്ക് ദർശനം കൊടുക്കാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ദർശനം കൊടുക്കാതിരുന്നപ്പോൾ ആദ്യം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉരുക്കഴിച്ച് ഏകദേശം ലക്ഷക്കണക്കിന് തവണ ജപിച്ചിട്ടും സുബ്രഹ്മണ്യ ദർശനം കിട്ടാതിരുന്നപ്പോൾ ഗുരുദേവൻ ഒരു നാട്ടുവഴി ശാബർ മന്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. ദേവനെ കുറ്റം പറഞ്ഞ് ആ ദേവനെ ഇങ്ങ് അടുത്തേക്ക് വിളിക്കുക. ആ ദേവനെ എന്താ പറയുക, അതൊരു ഭക്തി സ്നേഹമാണ്, ഒരു സ്നേഹഭക്തിയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളവരെ അല്ലേ നമ്മൾ എന്തെങ്കിലും പറയുകയുള്ളൂ. ഞാൻ തന്നെയാണ് നീ എന്നുള്ള ബോധ്യമുള്ള. ഇപ്പോൾ നമ്മൾ ഒരാളെ സാർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബഹുമാനത്തോടെ നിൽക്കുന്ന എവിടെയാണ്? നമ്മളും അയാളും വ്യത്യസ്തരാണ്, അയാൾ നമ്മളെക്കാളും വലിയ ആളാണെന്നുള്ള തോന്നല. പക്ഷേ സനാതന ധർമ്മപ്രകാരം ദൈവം എന്ന് പറയുന്ന ഉള്ളിലാണ്. അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി എന്ന് പറയും. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് പുറത്തൊരു ചൈതന്യമായി ഞാൻ കാണുന്നത്. ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഒരു കണികയാണ് ഞാനും എന്നുള്ള ബോധ്യമുള്ള ഒരു ജ്ഞാനി ഒരിക്കലും തന്നെക്കാൾ മുകളിൽ ദേവനെ വെക്കില്ല. ആ ദേവനും ഞാനും ഒന്നാണെന്നുള്ള ഭാവത്തിലേക്ക് എത്താനാ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ അച്ഛനായോ ജ്യേഷ്ഠനായോ പിതാവായി അല്ലെങ്കിൽ മാതാവായി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താ, നമ്മളിൽ നിന്ന് വിഭിന്നമല്ല. അങ്ങനെ നമ്മളുടേതെന്നുള്ളൊരു ഭാവം ഉണ്ടായി അത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാകുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ഇതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ വളരെ അധികാരത്തോടെ ആദ്യം വളരെ ഞാനൊരു പിച്ചക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഒരു അവധൂത രീതിയിലായതുകൊണ്ട് ഞാനൊരു പിച്ചക്കാരനാണ്, എൻ്റെ അടുത്ത് വരണമേ എന്ന് പറയും. പക്ഷെ വരാതായപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നല്ല കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് മകനാം നീ ഒരു ഇരപ്പാളി. സുബ്രഹ്മണ്യനെ ശ്രീനാരായണ ഗുരുദേവൻ വിളിക്കുന്ന കാര്യമാണ്. ഇത്രയും നമ്മളിപ്പോൾ ജനനി നവരത്നമഞ്ജരി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇത്രയും ഈശോവാസ്യം ഇഡം സർവം എന്ന് പറയുന്ന ഉപനിഷത്തിന് ഭാഷ്യം രചിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ഇത്രയും നല്ല വൃത്തത്തിൽ കൃതികൾ എഴുതുന്ന മഹാകവിയായ ഗുരുദേവൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ പലരും ഞെട്ടും. ഒന്നായ മാമതിയിൽ എന്നും പറഞ്ഞ് നമ്മളുടെ ഗുരുദേവൻ തുടങ്ങിയ നവരത്നമഞ്ജരി എഴുതിയ ഗുരുദേവനാണോ ഈ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെയാണ് ആ ഗുരുദേവൻ കാണുന്ന ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിലാക്കുന്നത്. ഗുരുദേവൻ ഇവിടെ പറഞ്ഞു തരികയാണ്, ദേവൻ നിന്നിൽ നിന്ന് വിഭിന്നനല്ല, ദേവൻ നിൻ്റെയാണ്, ദേവൻ നീ തന്നെയാണ്. അതിനുവേണ്ടിയാണ് സുബ്രഹ്മണ്യൻ പോലും, ആ ലീല കളിക്കാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യൻ പോലും ദർശനം കൊടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒന്ന് വാ, ഞാനോ പിച്ചക്കാരൻ. അത് എങ്ങനെയാണ് പറയുന്നത്? എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് മകനാം നീ ഒരു ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ. ഞാനും പിച്ചക്കാരനാണ്, നീയും പിച്ചക്കാരനാണ്. പിന്നെ എനിക്കൊന്ന് നീ അത്രയ്ക്ക് ഗമയൊന്നും വേണ്ട, എൻ്റെ അടുത്ത് വരാതൊന്നും ഇരിക്കണ്ട, നീ അത്ര വലിയ പുള്ളിയൊന്നുമല്ല, നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഉള്ള ആളാണ്, അയാളുടെ മകനായിട്ടുള്ള നിനക്കിത്ര അഹങ്ക പാടുണ്ടോ, ഇങ്ങോട്ട് വാ എന്ന് പറയാം. ഇതൊരു ശാബർ മന്ത്രം രീതി. ശാബർ മന്ത്രം അറിയാവുന്ന, ഇപ്പം മന്ത്രശാസ്ത്രത്തെക്കുറിച്ച് നന്നായിട്ട് ഗഹനമായിട്ടുള്ള അറിവുള്ളവർക്കറിയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ശാബർ മന്ത്ര രീതി. നാത്ത് പരമ്പര, ഏറ്റവും വലിയ ഗുരുക്കന്മാരുടെ പരമ്പര ഏതാണെന്ന് ചോദിച്ചാൽ നവനാത്ത് പരമ്പര. ആ നാത്ത് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഈ ശാബർ മന്ത്രത്തിന് പ്രയോഗ വിധികൾ ഉണ്ട്. അതുപോലെ തന്നെ സിദ്ധ പരമ്പരയിലും ഉണ്ട്. സിദ്ധ പരമ്പരയിലും
തനി നാടൻ ഭാഷയിൽ ദേവന്മാരെ ഓരോന്ന് പറയുന്ന രീതികളൊക്കെ ഉണ്ട്. ആ ഗുരുക്കന്മാരുടെ അതാണ് പറയുന്നത്, ആ ഗുരുക്കന്മാരുടെ തലമാണ്. സാധാരണ ഒരു രീതിയിൽ പോകുന്ന ഒരു ഭക്തി രീതിയിൽ പോകുന്ന ഒരു ഗുരുവിന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ചട്ടമ്പി സ്വാമിക്കാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും അതാണ് മനസ്സിലാകേണ്ട. നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഈ 2 മുല്ലകളുടെയും മണമെന്ന് പറയുന്നത് ഈ ലോകം മൊത്തം ത്രസിപ്പിക്കാൻ ശേഷിയുള്ള മണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പറയാ, ഇങ്ങ് വാ. അതിൻ്റെ അർത്ഥം എന്താ? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉള്ളിൽ തെളിയുന്ന സുബ്രഹ്മണ്യ ബോധം തന്നെയാണ് വെളിയിൽ നിന്നും. അപ്പോൾ അതുപോലെ ഭഗവാനോട് അധികാരത്തിൽ സംസാരിക്കാനുള്ളൊരു കരുത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഭഗവാനോട് നീയാണ് എൻ്റെ എല്ലാം, നീ എനിക്ക് ചെയ്തു തരണം. സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. നാട്ടുവഴി രീതിയിൽ നമ്മൾ മന്ത്രങ്ങൾക്കുപരി നാട്ടുവഴി രീതിയിൽ എന്ത് പറഞ്ഞാലും ഭഗവാൻ നടത്തി തരും. മുരുക എനിക്ക് നീ തരണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട് മുരുകൻ്റെ അടുത്ത്. മുരുകൻ വേറെ അല്ല എന്നുള്ളത് കാണണം. അത് അങ്ങനെയുള്ള ഭക്തരെയാണ് മുരുകൻ ഇഷ്ടം. നീ എനിക്കത് തരണം. ഇപ്പോൾ പാമ്പൻ സ്വാമി ആണെങ്കിലും നല്ല വാശിയിലായിരിക്കുന്നത്. ഇതുപോലെ തന്നെ ശ്മശാനത്തിന് നടുവിൽ ഒരു കുഴി ഉണ്ടാക്കി അവിടെ ഇരിക്കുക, തപസ്സിരിക്കുക. ആദ്യം ഇതുപോലെ തന്നെ അഗസ്ത്യർ വന്ന് വിളിച്ചു, പിന്നെ ശിവഭഗവാൻ വന്ന് വിളിച്ചു. എനിക്ക് പറ്റിയല്ല, എനിക്ക് നിന്നെ കാണണം സുബ്രഹ്മണ്യ, നിന്നെ ആണ്ടിപ്പണ്ടാര കോലത്തിൽ തന്നെ കാണണം സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് വാശിയോടെ കൃത്യം ഭഗവാൻ വന്നു. കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഈ വിശാഖം നക്ഷത്രം ഭഗവാനോട്ട് ബന്ധപ്പെട്ട നക്ഷത്രമാണല്ലോ. അവർക്ക് ഭയങ്കര വാശിയാണ്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിലുള്ളവർ ഒരിക്കലും തല കുനിക്കുകയല്ല, ഒരിടത്തും തല കുനിക്കുകയല്ല. തല കുനിക്കേണ്ട അവസ്ഥ വന്നാലും തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലായാൽ പോലും വാശി തന്നെയാണ്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെയാണ് ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നത്. അതേ രീതി നിൽക്കണം, വാശിയോടെ നിൽക്കണം. ഇനി എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ലെങ്കിലും ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടേ ഞാൻ പിൻവാങ്ങുകയുള്ളൂ. എന്താ പറയുക, ഞാനെന്നുള്ളൊരു ബോധം വേണം. അതായത് അതിന് അഹങ്കാരം എന്നല്ല പറയുന്നത്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും. സെൽഫ് റെസ്പെക്റ്റ്. എന്നെ റെസ്പെക്റ്റ് ഞാൻ ചെയ്യണം, എന്നെ ഞാൻ ബഹുമാനിക്കണം. സ്വയബോധം, സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുക, അല്ലെ താൻ തന്നെ ഇഷ്ടപ്പെടണം എന്ന് പറയും. ആ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു മൂർധന്യ അവസ്ഥ ബ്രഹ്മബോധമായി നമുക്ക് തന്ന അതാരാണ്? അതാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ സുബ്രഹ്മണ്യൻ പറയാ, സുബ്രഹ്മണ്യനെ പോലെ തന്നെ നിങ്ങൾ നിൽക്കുക. സുബ്രഹ്മണ്യൻ പറഞ്ഞു, അച്ഛനും അമ്മയും ആരും വന്നോട്ടെ, ഞാൻ തിരിച്ച് കൈലാസത്തിലോട്ടില്ല, ഞാൻ ഇവിടെ നിൽക്കും. നീ അവൈ പാട്ടി പറഞ്ഞു, നീ തിരിച്ചു പോ, ഞാൻ പോകില്ല. ഞാൻ അപ്പഴമേ എന്ന് വിളിച്ച് ഞാൻ വരത്തില്ല. അവിടെ ഉറച്ചു നിന്നോടത്ത് പിന്നെ പളനിയായി മാറുക. ഞാനപ്പളം, നീ അപ്പാ, നീയാണ് പഴം, അങ്ങനെ പറയാം. പളം നീ, അങ്ങനെ പളം നീ എന്ന് പേര് വരുന്നത്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ വരില്ല. ആ വാശിയുള്ളവന് മാത്രമേ സുബ്രഹ്മണ്യ ഉപാസനയിൽ മുന്നോട്ട്. ഭഗവാൻ പരീക്ഷിക്കുമ്പോൾ നീ എനിക്ക് തരാൻ ഞാൻ വിടത്തില്ല നിൻ്റെ കാല് സുബ്രഹ്മണ്യ. ഭഗവാനെ ഞാൻ നിന്നെ വിടത്തില്ല, എനിക്കെന്ന് നീ. കാരണം എന്താ അങ്ങനെ പറയാൻ നമുക്ക് അവകാശം? എന്താ? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെ സുബ്രഹ്മണ്യൻ, വേറെ ആളല്ല. അതുകൊണ്ട് തന്നെയാണ് പല സുബ്രഹ്മണ്യ ഭക്തരും വളരെ വാശിക്കാരാണ്. അഗസ്ത്യർ ഭയങ്കര വാശിക്കാരനായിരുന്നു. ഭോഗർ അതിലേറെ വാശിക്കാരനാണ്. ഈ പറയുന്ന ഇതിൽ പിന്നെ ഇത്തിരിയെങ്കിലും നമ്മൾക്ക് വാശി കുറവുള്ള ആൾ നമ്മളുടെ അരുണഗിരിയാർ മാത്രമാണ്. കുറച്ചുകൂടെ ഭക്തിയാണ്, എല്ലാത്തിലും ഭക്തിയാണ്, സ്നേഹമാണ്. പക്ഷേ പാമ്പൻ സ്വാമിയുടെയൊക്കെ കഥ പരിശോധിക്കുമ്പോഴും നമുക്ക് വള്ളലാർ വാരിയ സ്വാമി ഇങ്ങനെ സ്നേഹമാണ്. എങ്കിലും ഭഗവാനെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട്. ഭഗവാനെ പോലെ തന്നെയാണ് നമ്മളൊരു വീരനാണ്. ദേവസേനാധിപതി വാശിക്കാരനല്ലാതിരുന്നാൽ പിന്നെ ആ സേനയെ നിഷ്പ്രയാസം നമ്മൾക്ക് തറപറ്റിക്കാൻ സാധിക്കും. ആ സേനാധിപതി എന്ന് പറയുമ്പോൾ ആ സേനാധിപതിക്ക് അതിൻ്റേതായൊരു ഇത് വേണം. അതുപോലെ തന്നെ ദണ്ഡായുധപാണിയാണ്. ആ ദണ്ഡിക്കാനുള്ള അവകാശമുള്ളവനാണ്. നമ്മൾ സ്ട്രിക്റ്റ് ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഭയക്കുകയുള്ളൂ. അതുപോലെ സ്ട്രിക്റ്റാണ് ഭഗവാൻ. അതുപോലെ തന്നെയാണ് എൻ്റെ അയ്യപ്പസ്വാമി ഇത് തന്നെയാണ്. അയ്യപ്പസ്വാമി ഇതുപോലെ തന്നെ ദണ്ഡിക്കാൻ വളരെ മിടുക്കനാണ്. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ പട ഇളകി വരുന്ന കാര്യമൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി. പുരാണങ്ങളിലൊക്കെ ഭഗവാന്റെ പടയെക്കുറിച്ച് സംസാരിക്കും. സ്കന്ദപുരാണം, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ മാത്രമുള്ളൂ ഭഗവാന്റെ ഉല്ലേഖനമെങ്കിലും ഇതുപോലെ തന്നെ ശാസ്താവ് ശാസിക്കുന്നവനാണ്. ഇതേ ഇതാ. പക്ഷേ അയ്യപ്പൻ്റെ അടുത്ത് രണ്ടും നടക്കും. ഭക്തിയും നടക്കും, വാശിയും നടക്കും. ഇവിടെ അത് തന്നെയാണ്, ഭക്തിയും നടക്കും, വാശിയും നടക്കും. ഭക്തി കലർന്ന വാശി, അവിടെയാണ് ഭഗവാൻ. കാരണം ഭഗവാനെ നമ്മൾ ഗുണത്തിൽ ആരാധിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. എല്ലാ ഭഗവാന്മാർക്കും ഒരു ഗുണമുണ്ട്. ആ ഗുണത്തിനനുസരിച്ച് ആരാധിക്കണം. ഇപ്പം കാളി ദേവീനെ നമുക്ക് കാമുകിയായി കണ്ട് ആരാധിച്ചാൽ അവൻ്റെ കാര്യം തീർന്നു. കാളി ദേവിയെ അമ്മാഭാവത്തിൽ ആരാധിക്കണം. എന്നാൽ കൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സഖയായിട്ട് ആരാധിക്കാം, കാമുകനായിട്ട് ആരാധിക്കണമെങ്കിൽ അങ്ങനെ ആരാധിക്കാം, എന്തുമായിട്ട് ആരാധിക്കാം. അതിനുള്ളൊരു ലൈസൻസ് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മൂർത്തി അതിനെ സേവിക്കണം. അതാണ് പഴമക്കാർ പറയുന്നത്. ദേവി എങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ നരസിംഹസ്വാമിയാണെങ്കിൽ എങ്ങനെ ആരാധിക്കുന്നത്? നരസിംഹസ്വാമി അച്ഛ എന്നുള്ള ഭാവത്തിൽ മാത്രമേ ആരാധിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനെ അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ സാധിച്ചാൽ പൂർണ്ണ ബലമുണ്ട്. അല്ലെങ്കിൽ നരസിംഹസ്വാമിയെ ഒരു ദേവനാ അല്ലെങ്കിൽ ഇന്ന ആളാ, ചേട്ടാ ഇങ്ങതാ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ ഒരു ഭാവം വരണം. അതുകൊണ്ടാണല്ലോ നിർഗുണ നിരാകാരമായ ബ്രഹ്മം സഗുണ സാകാരമായത്. ആ ഭക്തന്മാരുടെ ആ വാത്സല്യം അനുഭവിക്കാനാണ്, ഭക്തന്മാരുടെ ആ സ്നേഹം അനുഭവിക്കാനാണ്. അല്ലെങ്കിൽ പിന്നെ ഭഗവാനെ ഈ രൂപം എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണ് നിർഗുണ നിരാകാരമായ ഒരു ഗുണവുമില്ലാത്ത ആ ഇതിൽ നിന്നാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ഭക്തിയിലൂടെ ചെന്ന് ആ ഭക്തിയിലും അപ്പുറമുള്ള ഒരു നിലയിലെത്തും.
ഭക്തി എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നിസ്സാരമല്ല. ഭക്തി എനിക്ക് ഭക്തിയുണ്ട്, ആ ഭക്തിയല്ല, ഇത് എക്സ്ട്രീം ഭക്തിയാണ്. ഞാൻ എന്നെ മറന്നുകൊണ്ടുള്ള ഭക്തിയാണ്. ഞാൻ എന്നെ മറക്കുമ്പോൾ ഞാൻ മറന്ന് സ്നേഹിക്കുന്ന ആ ബ്രഹ്മവും ഒന്നാണ്, ആ ദൈവവും ഒന്നാണെന്നുള്ള ബോധമുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വികാരമില്ല. വികാരം മൂർച്ഛിച്ച്, ഭക്തി എന്നുള്ള വികാരം മൂർച്ഛിച്ച് വികാരമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഇല്ല. അതാണ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇപ്പോൾ സുബ്രഹ്മണ്യനെ മാത്രം ആരാധിക്കുന്നവർ സുബ്രഹ്മണ്യനെ എല്ലാമായി കാണുക, എല്ലാം നേടിയെടുക്കുക ഭഗവാനോട്. മന്ത്രം ചൊല്ലുമ്പോൾ സുബ്രഹ്മണ്യൻ നീ എനിക്ക് അതാ പറയുന്നത്. ഇപ്പോൾ വേൽ വെട്രിവേൽ എന്ന് പറഞ്ഞാൽ മതി, ഒരു മന്ത്രം ഉപയോഗിക്കേണ്ട. വേൽ വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര, വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തരണം ഭഗവാനെ. ഞാൻ നിനക്ക് ഹരോഹര വിളിച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ വിജയഘോഷം മുഴക്കിയിട്ടുണ്ട്. അതാണ് വെട്രിവേൽ വീരവേൽ എന്ന് പറഞ്ഞാണ് യുദ്ധത്തിന് പോലും പാണ്ഡ്യ ചോഴ രാജാക്കന്മാരൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് തരണം ഭഗവാനെ, നീ തരാൻ നടക്കുകയില്ല. ഭഗവാൻ വായിച്ചുകൊണ്ട് പിന്നെ ഭക്തൻ ആ ഭഗവാൻ തന്നെയായി മാറണം. നമ്മൾ ഏത് ഭഗവാനെ ആരാധിക്കുന്ന ആ ഭഗവാന്റെ ആ ഗുണം ആദ്യം വരും. ആ ഗുണം വന്നിട്ട് ആ ഭഗവാന്റെ ഗുണാതീത ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. ഇതാണ് യഥാർത്ഥ ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഭക്തി, പലരും പറയും ഞങ്ങൾക്ക് ഉപാസന മാർഗ്ഗമൊന്നും പറ്റിയല്ല. അപ്പം ഏറ്റവും നല്ല മാർഗ്ഗം, ഭക്തി മാർഗ്ഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയതും എന്നാൽ എല്ലാ കാര്യവും നമ്മൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഭഗവാനോട് അധികാരത്തോട് സംസാരിക്കുക. ഭഗവാൻ എന്നിൽ നിന്ന് വ്യത്യസ്തനല്ല, അത് എൻ്റെ അച്ഛനാണ്, അത് എൻ്റെ അമ്മയാണ്, അത് എൻ്റെ സർവ്വമാണ്, അത് ഞാൻ തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ ഭഗവാനെ നീ എനിക്ക് തരണം. സുബ്രഹ്മണ്യനോട് നമുക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പറ, എല്ലാം നടക്കും. ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഭഗവാനെ നീ എനിക്ക് തരണം. അപ്പം തരണമെന്ന് പറഞ്ഞാൽ പോരാ, അടുത്ത് നമ്മുടെ കടമയാണ്. ഭഗവാൻ തരും. ആദ്യം തരണമെന്ന് ചോദിക്കും, രണ്ടാമത് തരും എന്നുള്ള വിശ്വാസമാണ്. നീ എനിക്ക് തരും ഭഗവാനെ, നീ എന്നൊന്നും ഭഗവാനെ വിളിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ആ നീ ഞാൻ തന്നെയാണ്. ഭഗവാനോട് റെസ്പെക്റ്റോടെ നീ എന്ന് വിളിക്കുക. അല്ലാതെ നീ പോടാ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിനോട് പറയുന്നത് നീയല്ല. അങ്ങനെയും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം. ദൈവം എന്ന് പറയുന്നത് ആകാശത്തിന് മുകളിലിരിക്കുന്ന ഒരു താടി വെച്ച അപ്പൂപ്പനാണ്. പുള്ളി നമ്മളെ എന്ത് പറഞ്ഞാലും അങ്ങ് ശിക്ഷിച്ച് കളയും എന്ന് വിചാരിക്കുന്ന ഒരു തത്വമല്ല നമ്മുടെ. ഭഗവാനോട് അധികാരമുള്ളവരാണ് നമ്മൾ. കാരണം ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമുക്ക് ജീവനുള്ളത്. ആ സത്ത് പോയാൽ, ചിത്ത് പോയാൽ നമുക്ക് ചത്തുപോയെന്ന് പറയും. അപ്പോൾ ആ ഭഗവാനോട് അത്രയേറെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച്, ഭഗവാനെ എൻ്റെ എല്ലാ സ്നേഹവും, ഞാൻ എന്നെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് നമ്മളെക്കാളും കൂടുതൽ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അത് ദൈവത്തെ മാത്രം സ്നേഹിക്കാവുള്ളൂ. ഞാൻ സത്യം പറയട്ടെ, നമ്മളെക്കാളും കൂടുതൽ ഒരാളെ സ്നേഹിക്കണം. കാരണം എന്താ, ഈ മരണാനന്തരം നമ്മളുടെ കൂടെ ഇന്ന് ഈ ജന്മത്ത് നമ്മളുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളായും സഹോദരങ്ങളായും അല്ലെങ്കിൽ കൂട്ടുകാരായൊക്കെ നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്നവരായിരിക്കില്ല അടുത്ത ജന്മത്തിൽ. ഇവരൊക്കെ ഈ സമയത്തെ ബന്ധുക്കളാണ്, ഈ സമയത്തെ സ്വന്തങ്ങളാണ്, ഈ സമയത്ത് നമ്മളുടെ കൂടെ ഉള്ളവരാ. അടുത്ത ജന്മം എടുക്കുമ്പോൾ അടുത്ത ആളെ കിട്ടും. അടുത്ത ജന്മം എടുക്കുമ്പോൾ അടുത്ത ആത്മാവ്, അടുത്ത ശരീരം പുഴുവായും പട്ടിയായിട്ടോ. എനിക്കിത് ജനിക്കേണ്ട ഭഗവാനെ, എൻ്റെ ഒരേ ഒരു മിത്രമേ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു അച്ഛനേ ഉള്ളൂ, ഒരേ ഒരു അമ്മയുള്ളൂ, അത് ഭഗവാനാണ് എന്ന് പറഞ്ഞ് നമുക്ക് പുത്രധർമ്മം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് പോയിട്ട് അച്ഛനും അമ്മയും ഒന്നുമല്ല, അച്ഛനും അമ്മയെയും സുബ്രഹ്മണ്യനായിട്ട് കാണണം, അച്ഛനെയും അമ്മയെയും സുബ്രഹ്മണ്യനായിട്ട് കാണണം, സഹോദരങ്ങളെ സുബ്രഹ്മണ്യനായിട്ട് കാണണം. കാരണം ഏറ്റവും കൂടുതൽ മാതാപിതാ ഗുരു ദൈവം, അത് തന്നെയാണ് സത്യം. ഞാൻ പറഞ്ഞത് ഒരു തത്വമാണ്, ജീവിതത്തിൻ്റെ സത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾക്ക് കടമയുണ്ട്. അത് ശിവനോടും ശക്തിയോടുമുള്ള കടമ തന്നെയാണ് നമുക്ക് ഈ ജന്മത്തിലുള്ള കടമ. ആ കടമ നിറവേറ്റണം. അതാണ് നമ്മൾ ആദ്യം, ശരിക്കും ഒരു സുബ്രഹ്മണ്യ ഭക്തരാണ് ആദ്യം അമ്മയുടെ കാല് പിടിക്കുക, അച്ഛൻ്റെ കാല് പിടിക്കുക, ഗുരുവിൻ്റെ കാല് പിടിക്കുക. ഇത് മൂന്നും സുബ്രഹ്മണ്യനാണെന്ന് അങ്ങ് സമർപ്പിക്കുക. എല്ലാം സുബ്രഹ്മണ്യനാണ്. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നന്നായി വരും. അതാണ് ഭക്തി മാർഗത്തിൽ പിടിച്ചു മേടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ എന്തും പിടിച്ചു മേടിക്കുക. അതാണല്ലോ ശാബർ മന്ത്രത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഭക്തിയോടുകൂടിയുള്ള ചോദ്യമായിരിക്കണം. ഭക്തി ഇല്ലാതെ ഒരു കാര്യം നടത്താൻ വേണ്ടി മാത്രം ഒരു ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം നിങ്ങൾക്ക് നല്ല ഒന്നാം തരം അടി വെച്ച് തന്നിട്ടോ, അവിടെ നിങ്ങൾക്ക് അധികാരമില്ല. അല്ലാതെ ഇപ്പോൾ ഞാൻ സുബ്രഹ്മണ്യ ഭക്തനാണ്, എനിക്കൊരു കാര്യം നടന്ന് ഞാൻ കാളിദേവിയുടെ അടുത്ത് വരെ പോയിട്ട് കാളിദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഉറക്കെ ചെന്ന് ദേവി ഇങ്ങോട്ട് താ, ഇത് വീട് താ, കാറ് താ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഭക്തിയോടുകൂടി ഭഗവാനോട് എന്തും, ആ ദേവൻ മാത്രമുള്ള ഒരു സ്ഥിതിയിൽ, ആ നിങ്ങളും ദേവനും മാത്രമായി മാറുന്ന ഒരു സ്ഥിതിയിൽ ഭഗവാനെ നീ എനിക്ക് എന്ത് തരണമെന്ന് പറഞ്ഞാൽ അത് തരും. നിങ്ങളുടെ കർമ്മഫലത്തിനനുസരിച്ച് തരത്തുള്ളൂ, നിങ്ങളുടെ പൂർവ്വജന്മ വാസനകൾക്കനുസരിച്ച് തരുള്ളൂ. നിങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങളില്ലേ. ഇനി ഭഗവാനോട് തരാൻ പറഞ്ഞാൽ ഭഗവാൻ ആദ്യം എന്ത് ചെയ്യും? കർമ്മഭാരം നിൽക്കും. കർമ്മഭാരം നിൽക്കുമ്പോൾ ജീവിതത്തിലുള്ള പ്രശ്നം ഒന്നായ പ്രശ്നം മൂന്നാവും. കർമ്മഭാരം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാലല്ലേ നിങ്ങൾ ചോദിച്ചു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്രയും കാലം കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ കർമ്മം ഇതിൻ്റെ കിടക്കല്ലേ. ഇന്നലെ 4 അടി കൊടുത്തെങ്കിൽ ഇന്ന് 1 അടി കിട്ടിയിട്ടുള്ളൂ, 3 അടിയും കൂടി ഇനി കിട്ടാനുണ്ട്. എങ്കിലേ അടിയില്ലാത്തൊരു സ്ഥിതിയിലേക്ക്, സുഗമമായ ഒരു അവസ്ഥയിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ കൊടുത്ത 3 അടി അവിടെ കിടക്കുക. അപ്പോൾ ഭഗവാൻ 3 അടി കൂടെ ഒരുമിച്ച് ഒറ്റ തരിയിൽ തരിക്കും. ഇനി ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് തന്നെ അടിയുടെ കാഠിന്യം നന്നേ കുറഞ്ഞ് ഇരിക്കും.
പക്ഷേ അടി കിട്ടാതെ മുന്നോട്ട് പോകത്തില്ല. കൊടുത്ത അടി തിരിച്ചു മേടിക്കണം. അതുപോലെ കൊടുത്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചിട്ടേ എന്ത് നേടാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഭഗവാനുള്ള അധികാരം എന്ന് ഞാൻ പറയുന്നത് എന്താ? ഭഗവാനെ വെറുതെ പോയി ചീത്ത വാക്കുകൾ കൊണ്ടങ്ങ് കുളിപ്പിക്കുക, അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭഗവാനുള്ള അധികാരം, ഭഗവാനെ നീ അല്ലാതെ ആരാ എനിക്കുള്ളത്? സുബ്രഹ്മണ്യ, നീ എനിക്ക് തന്നില്ല, എനിക്ക് ആര് തരും? നാട്ടുകാരെന്നാ പറയും? ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ഭക്തൻ ഒന്നും തന്നില്ല, ഇത് ഏറ്റവും വലിയ സുബ്രഹ്മണ്യൻ ഈ അവസ്ഥയിൽ അതിനൊക്കെയല്ലേ ചീത്തപ്പേര്, ഒന്ന് താ ഭഗവാനെ. അങ്ങനെ വേണം പറയാൻ. നീ ഞാൻ തന്നെയല്ലേ എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തണം. അത് ഭക്തിയാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആത്മീയതയിലെ ഏറ്റവും സവിശേഷമായൊരു ഭാവമാണ് ഭക്തിഭാവം. ആ ഭക്തിയിലേക്ക് നമ്മൾ ഇനി മുതൽ ഞാൻ പലരും പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ യോഗ രീതി അല്ലെങ്കിൽ ഈ ആത്മീയത ഉപാസന എന്നൊക്കെ പറയുന്ന ഭക്തി രീതിയും കൂടെ പറഞ്ഞുകൂടെ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തി രീതി പറയാനാണ്. പക്ഷേ ചാനലിൻ്റെ പേര് സ്പിരിച്വൽ ബീയിങ് ആയി പോയതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും സംസാരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് ഭക്തി രീതിയിലെല്ലാം പറഞ്ഞേക്കാം. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.